മലപ്പുറം ജില്ലയിലെ പൊന്നാനി മണ്ഡലം നല്ല ഒരു രസകരമായ അനാലിസിസാണ്. പൊന്നാനി നമ്മൾ കേൾക്കുമ്പോൾ ലീഗിന്റെ കോട്ടയാണെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി LDF കോട്ടയാണ്. പൊന്നാനി മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തൂടെ ചേർന്നാണ് പൊന്നാനി മണ്ഡലം. അതിൽ LDF ലോക്കൽ ബോഡി ഇലക്ഷനിൽ ചെറിയൊരു മാർജിന് ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. 66,000 വോട്ട്, 41.5%. UDF 63,000 വോട്ട്, 39.7%. ഒരു 3,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. സ്വതന്ത്ര മറ്റുള്ളവരോട് 16,000 വോട്ട്. NDAക്ക് 8.5%, 13,000 വോട്ടുണ്ട്. ഇപ്പൊ LDFന് കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടെങ്കിലും മെമ്പർമാർ 74 മെമ്പർമാർ UDFനാണ് കൂടുതൽ. LDFന് 69 ഉള്ളൂ, സ്വതന്ത്ര 9 പേര്, NDA 3. അപ്പൊ നമ്മള് പഴയ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ പൊന്നാനി 2011 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ച മണ്ഡലമാണ്. രണ്ടാമത് കോൺഗ്രസ്, ലീഗല്ല കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ 2016 വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നിലനിർത്തി, കോൺഗ്രസ് 2ാം സ്ഥാനം. 2021 വീണ്ടും അതേ ആളാണ് പി നന്ദകുമാർ, അദ്ദേഹം പുതിയ ആള് വന്ന് അത് CPM നിലനിർത്തുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ 2ാം സ്ഥാനം എത്തുകയാണ് ചെയ്തത്. ഇത്തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്, UDFന് വേണ്ടി മത്സരിക്കുന്നത് നൗഷാദ് അലി, KP നൗഷാദ് അലിയാണ്. CPMന്റെ മത്സരിക്കുന്നത് MK സക്കീറാണ്. BDJസിനാണ് BJP ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസ് CPM ഒക്കെ 74,000 വോട്ട്, 57,000 വോട്ടേ ഉള്ളൂ കോൺഗ്രസിന്. അത്രയ്ക്ക് 51%, പകുതിയോളം വോട്ടൊക്കെ പിടിച്ച് ജയിക്കുന്നൊരു മണ്ഡലമാണിത്. അപ്പോൾ ഇപ്പോഴത്തെ വോട്ട് നോക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും ഭരണവിരുദ്ധത ഉണ്ടെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഒരു 5,000 വോട്ടിൽ ഇവിടെ കുറവ് വരും. ആക്ച്വലി അത് ലീഗിലോട്ട് തന്നെയാണ് പോവുക. UDFിലോട്ട്, കോൺഗ്രസിലോട്ട് പോവാണ്. എന്തായാലും കോൺഗ്രസ് പൊന്നാനി ഒരു ചെറിയ മാർജിനിൽ പിടിച്ചെടുക്കുമെന്നാണ്, ആദ്യമേ കുറച്ച് നാളുകൾക്ക് ശേഷം പിടിച്ചെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പൊന്നാനി UDF എടുക്കുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ.